2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജനുവരി 28 സഭ ഒരു പ്രമേയം പാസാക്കി വരും ബഹുമാനപ്പെട്ട ഗവർണർ അറിയിച്ചതിന് മറുപടി അദ്ദേഹം അതൊരു മഹത്തരമായ നടപടിയായി ബഹുമാനപ്പെട്ട ഗവർണർ വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യം ചട്ടം 15(8) പ്രകാരം ചെയർ സഭയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗവർണറിന് ലഭിച്ച കത്തുകൾ 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം പ്രസ്തുത പ്രസംഗവേളയിൽ ഒന്ന് ഇത് കേൾക്കേണ്ടതാണ്, അക്കാഡമിക് ഇൻട്രസ്റ്റിലെങ്കിലും കേൾക്കാൻ. പ്രസ്തുത പ്രസംഗവേളയിൽ അദ്ദേഹം വിട്ടുകളഞ്ഞതും കൂടിച്ചേർത്തതുമായ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് മന്ത്രിസഭയിൽ അംഗീകരിച്ച് അച്ചടിച്ച് സഭയിൽ വിതരണം നടത്തുന്നതാണ് യഥാർത്ഥ പ്രസംഗമെന്നും അതിൽ നിന്ന് ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലും ഒഴിവാക്കി ആധികാരിക നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത് സംബന്ധിച്ച് സഭയിലെ കീഴ്വഴക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയിൽ വിതരണം നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും സഭയുടെ ഔദ്യോഗിക രേഖകൾ ഉണ്ടായിരിക്കണമെന്ന് ചെയർ റൂളിംഗ് ചെയ്തു. ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭാ സ്പീക്കർ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനുവരി 26, ഫെബ്രുവരി 3 എന്നീ തീയതികളിൽ നൽകിയ കത്തുകളിൽ 2026 ജനുവരി 20 അദ്ദേഹം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം അതേ രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതാണെന്ന് അറിയിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥകൾ, സഭാ നടപടി ചട്ടം, കീഴ്വഴക്കങ്ങൾ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള സ്പീക്കറുടെ മറുപടി 9/2/2026 ബഹുമാനപ്പെട്ട ഗവർണർക്ക് നൽകുകയുണ്ടായി. മേൽപ്പറഞ്ഞ കത്തുകളുടെ പകർപ്പുകൾ സഭയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ നൽകിയിട്ടുള്ള കത്തുകൾ സഭയുടെ പരിഗണനയ്ക്ക് വയ്ക്കേണ്ടതാണെന്നും ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം സഭയുടെ തീരുമാനത്തിന് വിടുകയാണ്. ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന് നൽകിയ കത്തും മറുപടിയും, തുടർന്ന് ബഹുമാനപ്പെട്ട ഗവർണർ നൽകിയ കത്തും സഭയുടെ മുൻപാകെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വിശദമാക്കുകയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 176 പ്രകാരമുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സഭയ്ക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത് എൻ്റെ സർക്കാർ, മൈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സംസ്ഥാന മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കടമ നിർവഹിക്കുന്നത്. നയപ്രഖ്യാപനത്തിൻ്റെ കരട് മന്ത്രിസഭയെ അംഗീകരിച്ച് ബഹുമാനപ്പെട്ട ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്തോടുകൂടിയാണ് നൽകുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിലോ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലോ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാവുന്നതാണ്. ഇതാണ് മുൻകാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ളത്. ഭിന്നാഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഗവർണർമാർ മന്ത്രിസഭയെ അംഗീകരിച്ച ഭാഗം വായിക്കുന്നതും ഗവർണർമാർ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കുന്ന കീഴ്വഴക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്മാർ മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അതേപടി സഭാരേഖകളുടെ ഭാഗമാകുമെന്ന് റൂളിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കീഴ്വഴക്കങ്ങൾ പിന്തുടർന്നുകൊണ്ടുള്ള റൂളിംഗാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഈ അവസരത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കത്ത് മുഖാന്തരമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടില്ല. മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം ബഹുമാനപ്പെട്ട ഗവർണർ സ്വയം തിരുത്തി വായിക്കുന്ന നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഇത്തരമൊരു നടപടി ഭരണഘടനാനുസൃതമായി കരുതാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറുടെ വിവേചനാധികാരങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഷംഷർ സിംഗ് ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1974 AER 2192, നബാം റബിയ ആൻഡ് ബമാങ് ഫെലിക്സ് വേഴ്സസ് ഡെപ്യൂട്ടി സ്പീക്കർ അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് അതേഴ്സ് 2016 ആൻഡ് SCC 1 എന്നീ വിധിന്യായങ്ങളിൽ 7 അംഗ ബെഞ്ചും 5 അംഗ ബെഞ്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സംവാദങ്ങളും ഡോക്ടർ BR അംബേദ്കറുടേതടക്കം അഭിപ്രായങ്ങളും ഗവർണറുടെ വിവേചനാധികാരങ്ങൾ പരിമിതമാണെന്ന കാര്യം വ്യക്തമാക്കുന്നതാണ്. പരമോന്നത നീതിപീഠം ഭരണഘടനയുടെ അനുച്ഛേദത്തിൻ്റെ വ്യാപ്തിയും ബന്ധപ്പെട്ടവരുടെ അധികാരവും എന്താണെന്ന്
വിവക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലവിലെ നിയമമാണ്. അതിനെ പ്രസ്തുത കേസിൻ്റെ സാഹചര്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഇത്തരത്തിൽ മാറ്റം വരുത്തിയിരുന്ന കാര്യം അന്ന് തന്നെ ഞാൻ സഭയിൽ ഉന്നയിക്കുകയും ഗവൺമെൻറ് നിലപാട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഭരണഘടനാ വ്യവസ്ഥകളുടെയും നമ്മുടെ നിയമസഭയുടെയും ഇതര സംസ്ഥാന നിയമസഭകളിലെയും കീഴ്വഴക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറും ഗവൺമെൻറ് നിലപാടിനോട് യോജിക്കുകയും സഭയിൽ റൂളിംഗ് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഗവർണർ തൻ്റെ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ച രൂപത്തിൽ തന്നെ ആയിരിക്കേണ്ടതാണെന്നും അതിനുപോദ്ബലകമായി അദ്ദേഹം നിരത്തുന്ന കാരണങ്ങളടങ്ങുന്ന കത്തുകൾ സഭയുടെ പരിഗണനയ്ക്ക് വെക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം സംബന്ധിച്ച നമ്മുടെ സഭയുടെ കീഴ്വഴക്കം പരിശോധിച്ചാൽ നിരവധി തവണ സമാനമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടതായി കാണാവുന്നതാണ്. 1982 ജനുവരി 29 അന്നത്തെ ഗവർണർ ജ്യോതി വെങ്കടാചലം സഭയിൽ പ്രസംഗിച്ചത് 6 മിനിറ്റ് മാത്രമാണ്. അതുപോലെ 2024 ജനുവരി 25 അന്നത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ പ്രസംഗം സഭയിൽ വായിച്ചത് 1 മിനിറ്റും 22 സെക്കൻഡും മാത്രമാണ്. അതായത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗങ്ങളിലെ ആദ്യത്തെയും അവസാനത്തെയും ചില ഭാഗങ്ങൾ മാത്രമാണ് അവർ സഭയിൽ വായിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ഗവർണർമാരായിരുന്ന ജ്യോതി വെങ്കടാചലത്തിൻ്റെയും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പ്രസംഗങ്ങളിലെ സഭയിൽ വായിച്ച ഭാഗങ്ങൾ മാത്രമേ സഭാരേഖകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ അന്നൊക്കെ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗം അതേപടി നിയമസഭാ രേഖകളിൽ ചേർക്കുന്ന കീഴ്വഴക്കമാണ് നാം പിന്തുടർന്നു വന്നിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധികളും അനുശാസിക്കുന്നതും അതുതന്നെയാണ്. ഇതേ രീതി തന്നെയാണ് പാർലമെൻറ്റിലും ഇതര സംസ്ഥാന നിയമസഭകളിലും സ്വീകരിച്ചു വരുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ആയതിനാൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭയെ അറിയിക്കുകയാണ്. ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സ്പീക്കർക്ക് നൽകിയ കത്തുകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് സഭ തീരുമാനിക്കുന്നു. ഓർഡർ.